എങ്കിലും അങ്ങനത്തമായി ദേശപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയുടെ സത്യമാർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം രണ്ടാമത്തെ ദിവസം കാനായിലെ അത്ഭുതം. നമ്മുടെ കർത്താവ് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പരിഷ്കാരമാവിന്റെ സാന്നിധ്യത്തിൽ വെള്ളം വീണാക്കി തന്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് ധ്യാനിക്കുക. സർവസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യമാകണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സകലരുടെ ദൈവരാജ്യത്തിനാകാരം അറിയിച്ചുകൊണ്ട് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനുള്ള ജനങ്ങളോട് ആഹ്വാനം ചെയ്തതിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രേരിതമേ, ഞങ്ങളെ രക്ഷിക്കണമേ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവീകമായ മഹത്വം ശിഷ്യന്മാർ ദർശിക്കുകയും ചെയ്തുവെന്ന് ധ്യാനിക്കുക. പരിശുദ്ധ അമ്മേ, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ഞങ്ങളെ നയിക്കപ്പെടുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവിക ചിന്തകളും വിചാരങ്ങളും നിറയ്ക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രകാശത്തിന്റെ അഞ്ചാം ദിവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരൻ അന്ത്യ അത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് ആധ്യാത്മിക ഭക്ഷണമായി നൽകിയല്ലോ. അത്ഭുതകരമായ ഈ അനന്ത സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഞങ്ങൾ വിശുദ്ധ ബലിയിലൂടെയും ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയും ദൈവികരായി രൂപാന്തരം പ്രാപിക്കുവാൻ കൃപ ചെയ്യണമേ. എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.